നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്ക് പ്രത്യേക പരിഗണന ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് പ്രത്യേക പരിഗണന ഉണ്ടാവും. അതെ അതെ. ഓക്കെ, അപ്പോൾ ആസ്കിംഗ് പ്രൈസ് എത്രയാണ് വണ്ടിയുടെ? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് അടുത്തൊരു ക്രെറ്റ. അതെ, ഏതായിരുന്നു? ഒരു ക്രെറ്റ വെഹിക്കിൾ ആണ് ഇത്. 2017 മോഡലാണ്. 2017 മോഡലാണ്. പെട്രോൾ ആണ്. പെട്രോൾ വണ്ടിയാണ്. വേരിയന്റ് ഏതായിരുന്നു? നമ്മുടെ വണ്ടി ഇവിടെ ഉള്ള വണ്ടികൾക്ക് ഹിസ്റ്ററി ഉള്ള വണ്ടികളാണ്. ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ഹിസ്റ്ററി ഉള്ള വണ്ടികളാണ്. ഓടിയുണ്ട്. ഇതിനകത്ത് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളുണ്ട്. സീറ്റ് ഒക്കെ മാറ്റിയിട്ടുണ്ട്, അപ്പോൾസ്റ്ററി മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിനേക്കാൾ ഉപരി നമുക്കിത് പ്രൈവറ്റ് യൂസുകാർക്ക് തന്നെ വേണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ ടാക്സിക്കാർക്ക് എടുക്കാവുന്നതാണ്. CNG കൂടെ ഉണ്ടായതുകൊണ്ട് അവർക്കും ഇതൊരു ബെനിഫിറ്റ് ആയിരിക്കും. അടുത്ത വണ്ടി ജീപ്പിന്റെ കോമ്പസ്. അതെ അതെ, ഇത് ജീപ്പ് കോമ്പസ് ആണ്. ഏതായിരുന്നു മോഡൽ? അടുത്ത് കിടക്കുന്ന വണ്ടി നമുക്കൊരു ഓഫർ കൊടുക്കാം അല്ലേ? അതെ, നമുക്ക് ഒരു ഓഫർ റേറ്റിന് കൊടുക്കാം. വണ്ടി ഏത് മോഡൽ? വെൽക്കം ബാക്ക് ടു ചാനൽ. ഇറ്റ്സ് മീ അരുൺ. അപ്പോൾ എറണാകുളം ജില്ലയിലെ മറ്റൊരു ഷോറൂം ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ ചാനലിൽ ഇതുവരെ വന്നിട്ടില്ലാത്തൊരു ഷോറൂമാണ്. യുവർ ചോയ്സ് എന്ന് പറയുന്ന ഒരു യൂസ് കാർ ഷോറൂമാണ്. നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ പറയാൻ അതിന് മുമ്പ് ആളെ പരിചയപ്പെടുത്തണമല്ലോ. ഇവിടുത്തെ MD ആണ്. പേര് പറഞ്ഞോ? എൻ്റെ പേര് ബിജു വർഗീസ്. ഞാൻ യുവർ ചോയ്സ് പ്രീ ഓൺഡ് കാർസിന്റെ MD ആണ്. അപ്പോൾ നമ്മളിവിടെ 10 വർഷമായല്ലേ? അതെ അതെ, നമ്മളിപ്പോൾ 10 വർഷം കഴിയുന്നു. 10 വർഷം കഴിഞ്ഞു. പുതിയൊരു ഷോറൂം നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ കൊടുക്കുന്ന ഒരു ഉറപ്പ് എന്തായിരിക്കും? നമുക്ക് ഇവിടുന്ന് കൊടുക്കുന്ന ഒരു ഉറപ്പെന്ന് പറഞ്ഞാൽ ആക്സിഡന്റും ക്ലെയിമും ടോട്ടൽ ലോസ്, ഫ്ലഡ് ഇല്ലെന്നുള്ളത്, ഇതൊക്കെയാണ് ഞങ്ങൾ മാക്സിമം കൊടുക്കാൻ. ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് പിന്നെ ഒരു പണിക്ക് വേണ്ടി കൊണ്ടിറക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇല്ല, അതെല്ലാം നമ്മൾ ഏകദേശം എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം തന്നെയാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത്. ഓൾ കേരള ഫിനാൻസ് ഉണ്ടോ നമുക്ക്? ഫിനാൻസ് അവൈലബിൾ ആണ് കേരളത്തിൽ എല്ലായിടത്തും. എവിടെ വേണേലും നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഡെലിവറി ഉണ്ടോ നമുക്ക്? ഡെലിവറി ഉണ്ട്. നമുക്ക് ആവശ്യഘട്ടങ്ങളിൽ വന്നാൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും. കേരളത്തിൽ എവിടെ ആയാലും. എക്സ്ചേഞ്ച്, പർച്ചേസ്, അങ്ങനെയുള്ള എക്സ്ചേഞ്ചും ഉണ്ട്. ഏത് വണ്ടിയായിട്ട് വേണേലും നമുക്ക്, ഈ കിടക്കുന്ന ഏത് വണ്ടിയായിട്ട് വേണേലും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും വണ്ടി കൊടുക്കാനുണ്ടെങ്കിൽ മാന്യമായ റേറ്റിന് നമുക്ക് വണ്ടി എടുക്കാം. തീർച്ചയായിട്ടും. അപ്പൊ കേരളത്തിൽ എല്ലായിടത്തും സർവീസ് ഉണ്ട്. എല്ലാ രീതിയിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഷോറൂമാണ് ഇത്. വിശ്വസിച്ച് വണ്ടി എടുക്കാം. നമുക്ക് ആദ്യത്തെ വണ്ടി പരിചയപ്പെട്ടോടെയാണോ? ആയിക്കോട്ടെ. അവിടെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞായിരുന്നു. ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കടവന്ത്ര കലൂർ റോഡാണ്. KK റോഡ് എന്ന് പറയും. അവിടെ തന്നെയാണ്. KK റോഡില് കത്രിക്കടവ് ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത്. ബസ് സ്റ്റോപ്പാണ്. ആ ബസ് സ്റ്റോപ്പ് ഒന്ന് കാണിച്ചു കൊടുത്തത്. ബസ് സ്റ്റോപ്പാണ്. ബസ് സ്റ്റോപ്പിന് നേരെ അടുത്ത് തന്നെയാണ് ഷോറൂം വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഒരു പ്രീമിയം വണ്ടിയും തുടങ്ങാം അല്ലേ? Audi A4 അല്ലേ? ഇത് Audi A4 ആണിത്. ഏതായിരുന്നു മോഡല്? ഇത് 2013 മോഡലാണ്. അതെ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് കിലോമീറ്റർ വന്നിട്ട് 79,000 കിലോമീറ്റർ. 79,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പിലാണ്. റീ രജിസ്ട്രേഷൻ വണ്ടിയാണിത്. വണ്ടിയാണല്ലേ? അതെ. Audi A4 ആണിത്. ഓക്കെ. അപ്പോൾ ഈ കേരളത്തിൽ KL-ലേക്ക് ആക്കിയിട്ടുണ്ട്. KL 34-ലേക്ക് ആക്കിയിട്ടുണ്ടല്ലോ. അതെ. അപ്പോൾ ഇതിന് ഫിനാൻസ് കിട്ടുമല്ലോ. അപ്പോൾ നമ്മുടെ റേറ്റ് എത്ര ആസ്കിംഗ് പ്രൈസ്? ഇത് ആസ്കിംഗ് പ്രൈസ് 10 lakhs, 10 ലക്ഷം രൂപ. 10 ലക്ഷമാണ് ചോദിക്കുന്നത്. അത് ആസ്കിംഗ് പ്രൈസ് അല്ലേ? നമുക്ക് അതെ, നെഗോഷ്യബിൾ ആണ്. നമുക്ക് റേറ്റ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്ക് പ്രത്യേക പരിഗണന ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് പ്രത്യേക പരിഗണന ഉണ്ടാവും. 10 ചോദിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഫിനാൻസ് കിട്ടുമല്ലോ? ഫിനാൻസ് അവൈലബിൾ ആണ്. എത്ര വരെ കിട്ടുമായിരിക്കും ഫിനാൻസ്? നമുക്കൊരു 7 lakhs വരെയും ചെയ്യാം. 7 lakhs വരെ ഫിനാൻസ് കിട്ടും. ഒരു 3 ലക്ഷമൊക്കെ അടച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. അതെ. അടുത്ത 5 സീരീസ് അല്ലേ? ഇത് 5 സീരീസ് BMW 5 സീരീസ് ആണ് കിടക്കുന്നത്. ഏതായിരുന്നു മോഡല്? ഇത് വന്നിട്ട് മോഡല് 2014 മോഡല്. 2014 മോഡല്. കിലോമീറ്റർ എത്ര ഓടിയുണ്ടാവും? കിലോമീറ്റർ ഇത് ഓടിയേക്കുന്ന 82,000 കിലോമീറ്റർ. 82. 82,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലാണ്. അതെ. ഓക്കെ. അപ്പോൾ ആസ്കിംഗ് പ്രൈസ് എത്രയാണ് വണ്ടിയുടെ? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 20 lakhs. ഇതും റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. വണ്ടിയാണ്. ഓക്കെ. 20 ലക്ഷമാണ് ചോദിക്കുന്ന പ്രൈസ്. അതിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ചകൾ ഉണ്ടാവും. അതെ. എല്ലാ വണ്ടികൾക്കും ഉണ്ടാവും കേട്ടോ. എടുത്തെടുത്ത് ഇങ്ങനെ പറയുന്നില്ല. ഇതിന് ഫിനാൻസ് കിട്ടൂലേ? ഇതിനും ഫിനാൻസ് അവൈലബിൾ ആണ്. എത്ര വരെ കയറുമായിരിക്കും? ഇതിനകത്ത് നമുക്കൊരു 15 lakhs വരെയും ചെയ്യാം. 15 ലക്ഷം വരെ ഫിനാൻസ് വീഴാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ചിരിക്കും കേട്ടോ. പ്രൊഫൈലും കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും ലോൺ വീഴുന്നത്. നമുക്കൊന്നും ഫിക്സഡ് ആയിട്ടൊരു എമൗണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അടുത്തൊരു ക്രെറ്റ. അതെ. ഏതായിരുന്നു? ഒരു ക്രെറ്റ വെഹിക്കിൾ ആണ് ഇത്. 2017 മോഡലാണ്. 2017 മോഡലാണ്. പെട്രോൾ വണ്ടിയാണ്. വേരിയന്റ് ഏതായിരുന്നു? ഇത് SX. അതെ. SX എന്ന് പറയുന്നത് മിഡ് ഓപ്ഷൻ ആണ്. അതെ. മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നത്. ആഫ്റ്റർ മാർക്കറ്റ് അലോയ് ചെയ്തിട്ടുണ്ട്. അലോയ് ഒന്ന് കാണിച്ചു കൊടുത്തേക്കടാ. വണ്ടിയുടെ അലോയ് ഒന്ന് കാണിച്ചു കൊടുത്തു. ആഫ്റ്റർ മാർക്കറ്റ് അലോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ട് ക്രോസ് ബാർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് എക്സ്ട്രാ
സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തേക്കുന്ന ഒരു വണ്ടിയാണ്. ഇന്റീരിയറിലായാലും അപ്പോൾസ്ട്രി ഒക്കെ മാറ്റി, അപ്പോൾസ്ട്രി എല്ലാം അഡീഷൻ ചെയ്തേക്കുന്നതാണ്. അലോയ്സ് അഡീഷൻ ചെയ്തേക്കുന്നതാണ്. അലോയ്സ് അഡീഷൻ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ഗ്രിൽ, റൂഫ് റെയിൽ കാര്യങ്ങൾ ഇതെല്ലാം അഡീഷണൽ ആയിട്ട് വന്നേക്കുന്നത്. അഡീഷണൽ ആയിട്ട് ചെയ്തതാണ്. ഫ്രണ്ടിലത്തെ ഗ്രില്ലൊക്കെ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അതെ 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 അതെ. ഓക്കെ. അപ്പോൾ കിലോമീറ്റർ എത്ര ഓടിയുണ്ട് വണ്ടി? കിലോമീറ്റർ ഇതിപ്പോൾ ഓടിയേക്കുന്നത് 70,000 ഓടിയുണ്ട്. ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വില എത്രയാണ്? വില ഇത് നമുക്ക് ഫൈനൽ 7 lakhs കൊടുക്കാം. 7 lakhs ഫൈനലാണോ? 7 lakhs നമുക്ക് ഫൈനലാണത്. പിന്നെ എന്തെങ്കിലും നമുക്കൊരു ചെറിയൊരു വേരിയേഷൻ വരുത്താം. ശരിയാ. അപ്പോൾ ഇതിന് ഫിനാൻസ് കിട്ടുമല്ലോ? ഇതിന് ഫിനാൻസ് കിട്ടും. എത്ര വരെ കയറും? ഇതിന് നമുക്ക് ഫിനാൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 6 ലക്ഷം രൂപ വരെയും ഫിനാൻസ് ചെയ്യും. 6 ലക്ഷം രൂപ വരെ ഫിനാൻസ് കയറും. 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഇറക്കാൻ പറ്റും. അതെ അതെ അതെ. നമുക്ക് 12 മുകളിലേക്കാണോ 12 തൊട്ടാണോ ഫിനാൻസ്? നമുക്ക് ഒരു 12 മുകളിലോട്ട് നമുക്ക് ഫിനാൻസ് ചെയ്യാം. 12 മുകളിലോട്ട്. 11, 10 ബുദ്ധിമുട്ടായിരിക്കും. 10, 11 ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. അടുത്ത നമുക്ക് വരുന്ന ഒരു താറാണല്ലേ? അതെ. 4x4 ആണോ? ഇത് 4x4 ആണ്. 4x4 ഏതാ മോഡല്? ഇത് 2021 മോഡൽ, 2021 മോഡൽ. 21 മോഡലാണല്ലേ? അതെ അതെ. ഓക്കെ. 21 മോഡല്. ഈ വേരിയന്റ് ടോപ്പ് തന്നെ ആണോ ഇത്? ഇത് അതെ അതെ. ഇത് ഡീസൽ മാനുവൽ ആണ്. LX എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ആണ്. ഓക്കെ. ഡീസൽ മാനുവൽ LX എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. അതെ. സ്റ്റോക്ക് കണ്ടീഷനിലാണോ വണ്ടി? അതെ അതെ. ഇത് 53,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 53,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. അതെ. ഫാൻസി നമ്പറാണ്. ഫാൻസി നമ്പറാണ്. ഓക്കെ. CW 1200. അതെ അതെ. ഈ ഹെഡ്ലാമ്പ് യൂണിറ്റ് മാറ്റിയിട്ടുണ്ടോ? അതെ അതെ അതെ. DRL-ഉള്ള ഹെഡ്ലാമ്പ് യൂണിറ്റ് അഡീഷണൽ ചെയ്തേക്കുന്നതാണ്. ഇന്ത്യയിലെ അപ്പോൾസ്ട്രി ഒക്കെ മാറ്റിയിട്ടുണ്ട്. അതെ അതെ. ഓക്കെ. അപ്പോൾ എത്രയാണ് ചോദിക്കുന്ന വില? ഇത് ചോദിക്കുന്ന വില 15 ലക്ഷമാണ്. 15 ലക്ഷം. 15 lakhs. 15 ലക്ഷമാണ് ചോദിക്കുന്നത്. ഫിനാൻസ് കയറുമല്ലോ ഇതിന്? ഫിനാൻസ് കയറും. ഫിനാൻസ് അവൈലബിൾ ആണ്. ഏകദേശം നമുക്കൊരു 12 ലക്ഷം രൂപ വരെയും ഫിനാൻസ് ചെയ്യാവുന്നതാണ്. 12 ലക്ഷം രൂപ വരെയൊക്കെ ഫിനാൻസ് ചെയ്യാവുന്നതാണ്. ഇതിന് അടുത്ത് വരുന്നത് റോഡ് സൈഡ് ആയതുകൊണ്ട് ഇങ്ങനത്തെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, ക്ഷമിക്കണം. അടുത്തൊരു വോൾവോ. അതെ. ഇത് വോൾവോയുടെ ഏതായിരുന്നു ഇത് V40 എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്. ഓക്കെ. ഏതായിരുന്നു ഇയർ? ഇത് 2012 മോഡല്, 13 പർച്ചേസ്. ഓക്കെ. 2012 മോഡൽ, 13 രജിസ്ട്രേഷൻ ആണ്. അതെ അതെ. ഓണർഷിപ്പ് വരുന്നത്? ഇത് ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇത് ഡീസൽ പെട്രോളോ? ഇത് ഡീസലാണ്. ഡീസൽ വണ്ടിയാണ്. ഡീസലാണ്. 144 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,44,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആസ്കിംഗ് പ്രൈസ് എത്രയാണ്? ഇത് വില പറയുന്നത് 12 ലക്ഷം രൂപയാണ് പറയുന്നത്. 12 ലക്ഷമാണ് ചോദിക്കുന്ന വില. വണ്ടി സ്റ്റോക്ക് കണ്ടീഷനിലല്ലേ? അതെ. വണ്ടി സ്റ്റോക്ക് കണ്ടീഷനാണ്. വേറെ ഇതൊന്നുമല്ല. വണ്ടി ഗുഡ് കണ്ടീഷനാണ്. കമ്പനി സർവീസ് ഉള്ള നമ്മുടെ വണ്ടി. ഇവിടെയുള്ള വണ്ടികൾക്ക് ഹിസ്റ്ററി ഉള്ള വണ്ടികളാണ്. ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ഹിസ്റ്ററി ഉള്ള വണ്ടികളാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ആൾക്കാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും മെക്കാനിക്കിനെ കൊണ്ട് ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാനോ ഒക്കെ പറ്റുമല്ലോ? തീർച്ചയായിട്ടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വേണമെങ്കിൽ മെക്കാനിക്കിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ സറൗണ്ടിൽ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ട് ചെക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇതിന്റെ വില പറഞ്ഞിരുന്നു നമ്മൾ? ഇതിന്റെ വില വന്നിട്ട് 12 ലക്ഷമാണ്. ഫിനാൻസ് കിട്ടുമല്ലോ? ഫിനാൻസ് അവൈലബിൾ ആണ്. എത്ര വരെ കയറും ഇതിന്? ഫിനാൻസ് നമുക്ക് ഇതിന് ഒരു 8 ലക്ഷം രൂപ വരെ ഫിനാൻസ് ചെയ്യാം. 8 ലക്ഷം രൂപ വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും. അടുത്തൊരു ഇന്നോവ. ഇത് റീ ആണോ? ഇത് ഇന്നോവ G4 ആണത്. റീ വണ്ടിയാണോ? റീ വണ്ടിയാണ്. G4 ആണ്. ഇത് 2010 മോഡൽ. 10 മോഡൽ അല്ലേ? ഓക്കെ. ഏലയിലേക്ക് ആക്കിയ വണ്ടിയാണ്. കിലോമീറ്റർ? ഇത് കിലോമീറ്റർ വന്നിട്ട് 1,80,000. 1,80,000 ജെന്യൂൻ കിലോമീറ്റർ ആണ്. ജെന്യൂൻ കിലോമീറ്റർ ആണ്. സാധാരണ അതർ സ്റ്റേറ്റ് വണ്ടികളൊക്കെ വരുമ്പോൾ അങ്ങനെ കിലോമീറ്റർ പറയാനില്ല. ഇത് സർവീസ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഓണർഷിപ്പ് ഏതിലാണ് കിടക്കുന്നത് ഇപ്പോൾ? ഇത് ഓണർഷിപ്പ് വന്നിട്ട് തേർഡ് ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. ഇന്റീരിയർ അപ്പോൾസ്ട്രി ഒക്കെ മാറ്റി നീറ്റ് ആക്കിയിട്ടുണ്ട് വണ്ടി അല്ലേ? അതെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല? ഇല്ല, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് കണ്ടീഷൻ കിടക്കുന്നു. അപ്പോൾ വില എന്താണ്? ഇതിന്റെ വില വന്നിട്ട് 5.5 lakhs. 5.5 ലക്ഷം രൂപ. 5.5 ലക്ഷമാണ് ചോദിക്കുന്ന വില. അതെ. എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ? റേറ്റ് നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. ഇതിന് ഫിനാൻസ് കിട്ടും? ഫിനാൻസ് കിട്ടും. എത്ര വരെ കയറുമായിരിക്കും ഫിനാൻസ്? 2010 ആണ്. അതുകൊണ്ട് നമുക്ക് ഇന്നോവ ആയതുകൊണ്ട്, ടൊയോട്ടയുടെ വണ്ടി ആയതുകൊണ്ട് നമുക്ക് ചെയ്യാം. എന്നാലും ഒരു 3 lakhs വരെയും ചെയ്യും. 3 lakhs വരെ ചെയ്യാൻ പറ്റും. ഡൗൺ പേയ്മെന്റ് കുറച്ച് കൂടുതൽ അടയ്ക്കേണ്ടി വരും. ഇൻട്രസ്റ്റ് ഒക്കെ കൂടും. അതെ, ഇൻട്രസ്റ്റ് കൂടും. വർഷം അധികം കിട്ടത്തില്ല. മോഡൽ എത്ര വർഷത്തേക്കാണ് കിട്ടുക ഫിനാൻസ്? വർഷം നമുക്ക് ഇനിയിപ്പോ കിട്ടിയാലും ഒരു 2 വർഷത്തേക്ക് കിട്ടത്തുള്ളൂ ഈ വണ്ടിക്ക്. അപ്പോൾ നമുക്ക് നോർമലി എത്ര വർഷത്തേക്ക് ഫിനാൻസ് കിട്ടും? നോർമലി നമുക്ക് മോഡൽ കൂടിയ വണ്ടിയാണെങ്കിൽ 5 വർഷം, 6 വർഷം ഒക്കെ ചെയ്യാൻ പറ്റും അല്ലേ? പെർ ലാഖിന് എന്ത് അടവ് വരും നമുക്ക്? പെർ ലാഖിന് നമുക്ക് 2,800 രൂപ. 2,800 ഏകദേശം കണക്കാണ്ടോ എല്ലാം? അതെ. അപ്പൊ നിങ്ങൾ വന്ന് ഫിനാൻസുകാരുമായിട്ട് സംസാരിക്കുമ്പോഴാണ് അതിന്റെ കറക്റ്റ് ഒരു ഫിഗർ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത വണ്ടി ഒരു i20 ആണല്ലേ?
ഇതൊരു i20 ആണ്. ഏതാ മോഡല്? ഇത് 2015 മോഡൽ, 2015 മോഡൽ. 15 മോഡൽ അല്ലേ? അതെ. 15 മോഡൽ സ്പോർട്സ് വേരിയന്റ് ആണ്. സ്പോർട്സ് വേരിയന്റ് ആണ്. ഏതാ ഓണർഷിപ്പ്? ഇത് ഓണർഷിപ്പ് വന്നിട്ട് തേർഡ് ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? കിലോമീറ്റർ ഓടിയേക്കുന്നത് 80,000. 80,000. അതെ. 80,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഇതിനകത്ത് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളുണ്ട്. സീറ്റ് ഒക്കെ മാറ്റിയിട്ടുണ്ട്, അപ്പോൾസ്റ്ററി മാറ്റിയിട്ടുണ്ട്. പിന്നെ എക്സ്റ്റീരിയറിലേക്ക് വരുമ്പോൾ ഒരു ഡ്യുവൽ ടോൺ ആക്കിയിട്ടുണ്ട്. മേളിൽ ബ്ലാക്ക് കളർ ഉണ്ട്. അലോയ് മാറ്റിയിട്ടുണ്ട്, സ്പോർട്ടി ആയിട്ടുള്ള ഒരു അലോയ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വണ്ടി മൊത്തത്തിൽ ഒരു സ്പോർട്ടി ലുക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് എത്ര ചോദിക്കണം ആസ്കിംഗ് പ്രൈസ്? ഇത് ചോദിക്കുന്നത് 4.5 ലക്ഷം രൂപ. 4.4 ചോദിക്കുന്നത്. പെട്രോൾ വണ്ടിയാണ്? പെട്രോൾ വണ്ടിയാണ്. 4.4 ചോദിക്കുന്നത്. ഫിനാൻസ് കയറും. ഫിനാൻസ് അവൈലബിൾ. എത്ര വരെ കിട്ടും ഇതിന്? നമുക്ക് ഫിനാൻസ് ഒരു 3.5 ലക്ഷം രൂപ വരെ ഫിനാൻസ് ചെയ്യാം. 3.5 വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും. എന്തായാലും വണ്ടി നല്ല അടിപൊളി കണ്ടീഷൻ കിടക്കുകയാണ്. വണ്ടിക്കൊക്കെ അത്യാവശ്യം ടയർ കണ്ടീഷൻ ഉണ്ട് കേട്ടോ. അതാണ് എടുത്തെടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. തേഞ്ഞ തീർന്ന ടയറൊക്കെ ആണെങ്കിൽ മാറ്റി കൊടുക്കുമല്ലോ. അല്ലെ അതിനനുസരിച്ചുള്ള റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അതിനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്ത വണ്ടി ഒരു KUV 100 അല്ലേ? അതെ, ഇത് KUV 100. മോഡൽ ഏതായിരുന്നു? ഇത് വന്നിട്ട് 2016 മോഡൽ. 16 മോഡല്. വേരിയന്റ്? ഇത് വേരിയന്റ് വന്നിട്ട് K2 എന്ന് പറഞ്ഞിട്ടൊരു വേരിയന്റ് ആണ്. K2 എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ഓണർഷിപ്പ് ഏതാ? ഓണർഷിപ്പ് വന്നിട്ട് സിംഗിൾ ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ വന്നിട്ട് 42,000 കിലോമീറ്റർ. 42,000 ഓടിയിട്ടുള്ളൂ. 2016 മോഡൽ വണ്ടി. അതെ, അത് ഓടിയിട്ടില്ല വണ്ടി. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ സീറ്റൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പാണ് സീറ്റെല്ലാം മാറ്റി നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾസ്റ്ററി കാര്യങ്ങളെല്ലാം മാറ്റി കിടിലാക്കിയിട്ട് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. ഒരു കിടിലം വീൽ കപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ബോണറ്റിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കമ്പി കൊടുത്തിട്ടുണ്ട്. ഇവിടെ എയർ ഇൻടേക്ക് പോലത്തെ സംഭവം ഡമ്മിയാണ്. എല്ലാം എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. അപ്പോൾ എത്രയാണ് അതിന് ചോദിക്കുന്ന വില? ഇത് വില ചോദിക്കുന്നത് 3.15 ചോദിക്കുന്നത്. 3.15 ചോദിക്കുന്നത്. ഫിനാൻസ് കയറുമല്ലോ 16 മോഡൽ? ഫിനാൻസ് കയറും. നമുക്ക് 2.5 ലക്ഷം രൂപ വരെ ഫിനാൻസ് കയറും. 2.5 ലക്ഷം രൂപ വരെ ഫിനാൻസ് കയറും. അതെ, അത്യാവശ്യം കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത്. അതെ. നേരെ നമുക്ക് അടുത്ത വണ്ടി വന്നിട്ട് കിഡ് അല്ലേ? ഇത് കിഡാണ്. കിഡ്. ഓക്കെ. ഏതായിരുന്നു മോഡൽ? കിഡ് വന്നിട്ട് ഇത് 2020 മോഡൽ, 2020 മോഡലാണ്. 2020 മോഡൽ. വേരിയന്റ് ഏതായിരുന്നു? ഇത് വേരിയന്റ് വന്നിട്ട് മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നത്. അതെ. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ ഇത് ഓടിയേക്കുന്നത് 68,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 68,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് ഏത് ഓണർഷിപ്പിലാണ് നടക്കുന്നത്? ഓണർഷിപ്പ് ഏതായിരുന്നു? ഓണർഷിപ്പ് വന്നിട്ട് സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? അതെ, സിംഗിൾ ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും നല്ല നീറ്റ് ആയിട്ട് കിടക്കുന്നു. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. നമ്മൾ ഇതുവരെ കണ്ട ഒരു വണ്ടിയിലും ഇല്ല കേട്ടോ റീപ്ലേസ്മെന്റ് അല്ലേ? ഇല്ല. നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ സ്പെസിഫിക് ആയിട്ട് അതെല്ലാം നോക്കിയതിന് ശേഷമാണ് ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് പറഞ്ഞിട്ട് കസ്റ്റമർ അത് വില റേറ്റ് കുറച്ചിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇന്ന് കാണിക്കുന്ന നമ്മൾ കൊടുക്കത്തില്ല. ഇന്ന് കാണിക്കുന്ന വണ്ടികൾ ഏതെങ്കിലും ഉണ്ടോ അങ്ങനെ റീപ്ലേസ് അപാധയുള്ള വണ്ടികൾ ഒരു 90% വണ്ടികളിലും ഇല്ല. അങ്ങനെ ഒരു 10% വണ്ടികൾ എന്തെങ്കിലും ഉണ്ടാവും. ഒരു ഡോർ അല്ലെങ്കിൽ ഗ്ലാസ് എന്തെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമറോട് പറഞ്ഞു. സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ കിഡിന്റെ വില എത്ര? കിഡിന്റെ വില ഇത് വന്നിട്ട് 3.35 ചോദിക്കുന്നത്. ഫിനാൻസ് കയറും. എത്ര രൂപ വരെ ഫിനാൻസ് കയറും ഇതിന്? ഫിനാൻസ് നമുക്കിത് ഒരു നല്ല കസ്റ്റമർ ഒക്കെ ആണെങ്കിൽ ഒരു 3 ലക്ഷം രൂപ വരെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. 3 ലക്ഷം രൂപ വരെ ഫിനാൻസ് കയറും. 3.35 അല്ലേ? 3.35. ഓക്കെ. അപ്പൊ കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇത്. നമുക്ക് ഫിനാൻസിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം? ഫിനാൻസിന് നമുക്ക് വേണ്ടത് ആധാർ കാർഡിന്റെ കോപ്പി, പാൻ കാർഡിന്റെ കോപ്പി, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ലാൻഡ് ടാക്സ് കോപ്പി, ചെക്ക് ലീഫ്, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. എത്ര എലിജിബിലിറ്റി നമുക്ക് എത്ര മണിക്കൂർ കൊണ്ട് അറിയാൻ പറ്റും? എലിജിബിലിറ്റി നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ അറിയാൻ പറ്റും. ചെക്ക് ചെയ്തിട്ട് പറയാൻ പറ്റും. ബാക്കി ഫിനാൻസിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഒരു 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഒരു 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ബാക്കി പ്രോപ്പർ എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 3 ദിവസത്തിനുള്ളിൽ ലോൺ പാസ്സാക്കി വണ്ടി കൊണ്ടുപോകാം. റെഡി ക്യാഷ് ആയിട്ട് അപ്പം തന്നെ കൊണ്ടുപോകാം. റെഡി ക്യാഷ് ആണെങ്കിൽ ഇതൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ആധാർ കാർഡിന്റെ കോപ്പി മതി, അപ്പം തന്നെ കൊണ്ടുപോകാം. നമുക്ക് വാടക വീടുള്ളവർക്ക് വണ്ടി എടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. വാടക വീടുള്ളവർക്കും കൊടുക്കാം. നമുക്ക് സാലറി സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതെ, വാടക റെന്റൽ എഗ്രിമെന്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ളവർക്കും പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ അടുത്തൊരു വെന്യൂ ഹുണ്ടായുടെ. ഇത് ഹുണ്ടയുടെ വെന്യൂ. ഏതായിരുന്നു വേരിയന്റ്? ഇത് വന്നിട്ട് 2020 മോഡൽ, 2020 മോഡൽ. 20 മോഡൽ. വേരിയന്റ് ഏതായിരുന്നു? ഇത് വേരിയന്റ് വന്നിട്ട് ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ ഓട്ടോമാറ്റിക്, ഏറ്റവും കൂടിയ SX പ്ലസ് സൺറൂഫ് വരുന്ന മോഡലാണ്. ഓക്കെ. SX പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. സൺറൂഫ് ഉൾപ്പെടെ, സൺറൂഫ് അലോയി റൂഫ് റെയിൽ ഉൾപ്പെടെ എല്ലാം വരുന്ന ഒരു മോഡലാണ്. 2000 ഏതായിരുന്നു? ഇത് SX ടർബോ എന്ന് പറയും. SX ടർബോ 2000. ഇത് 2020 മോഡൽ. 20 മോഡലാണല്ലേ? ഓക്കെ. ഓണർഷിപ്പ് ഏതാ?
ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 35,000 കിലോമീറ്റർ. 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. 35,000 ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇത് പെട്രോൾ വണ്ടിയല്ലേ? ഇത് പെട്രോൾ വേരിയന്റിൽ ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ വേരിയന്റിൽ ഓട്ടോമാറ്റിക് ആണ് കിടക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിലേക്ക് പോവാം. നമുക്ക് എത്ര ഇതിന് ആസ്കിംഗ് പ്രൈസ് വരുന്നത്? എന്തോ പ്രൈസ് എത്ര വരുന്നത്? ഇത് പ്രൈസ് വന്നിട്ട് 10.5 ലക്ഷം രൂപ. 10.5 ചോദിക്കുന്നത്. ആസ്കിംഗ് പ്രൈസ് ഉണ്ടല്ലോ അല്ലേ? അതെ, ഇതെല്ലാം ആസ്കിംഗ് പ്രൈസ് ആണ്. റേറ്റ് എല്ലാം നമുക്ക് നെഗോഷ്യബിൾ സംസാരിക്കാം. നിങ്ങൾ വന്നിരുന്ന് ഒന്ന് കൈയൊക്കെ കൊടുത്ത് അതെ ആരോ പറഞ്ഞ പോലെ ഒന്ന് ചായ കുടിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ അപ്പോൾ ഫിനാൻസ് കയറുമല്ലോ ഇതിന്? ഫിനാൻസ് കയറും. എത്ര വരെ കയറും? 10 ഫിനാൻസ് നമുക്കിതൊരു 8-8.5 വരെ ലോൺ ചെയ്യാം. 8-8 വരെ ലോൺ ചെയ്യാൻ പറ്റും അല്ലേ? ഒരു 700 സിബിൽ സ്കോർ വേണം തോന്നുന്നു. അതെ 700 മുകളിൽ സിവിൽ സ്കോർ വേണം. അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഹോണ്ടയുടെ ജാസ്. ഹോണ്ട ജാസ് ഇത് 2017 മോഡലാണ്. 17 മോഡലാണ്. 2017 മോഡൽ. ഓക്കെ, 17 മോഡൽ. വേരിയന്റ് ഏതായിരുന്നു? ഇത് വി വേരിയന്റ് ആണ്. വി വേരിയന്റ് ആണ്. 25,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അത് ലോ കിലോമീറ്റർ വണ്ടിയാണ്. അതെ ഇതും ലോ കിലോമീറ്റർ വണ്ടിയാണ്. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ വേരിയന്റ് ആണ്. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. അപ്പൊ എത്ര ആസ്കിംഗ് പ്രൈസ് വരുന്നത്? ഇത് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 6.30 ആണ്. 6.30 ചോദിക്കുന്ന വില. അതിലെന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യൂട്ടോ? അപ്പോൾ ഫിനാൻസ് കിട്ടുമല്ലോ ഇതിന്? ഫിനാൻസ് കിട്ടും. ഫിനാൻസ് നമുക്ക് ഒരു 5,000 രൂപ വരെ ഫിനാൻസും ചെയ്യാം. 5,000 രൂപ വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും. അതെ. ഓക്കെ, ഇന്ത്യയിലെല്ലാം എല്ലാം നീറ്റായിട്ട് തന്നെയാണ് വണ്ടിയിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വണ്ടിയിലേക്ക് പോവാം. വണ്ടികൾ ഇങ്ങനെ അടുപ്പിച്ചിട്ടുകൊണ്ട് നമുക്ക് നടക്കാൻ സ്ഥലം കുറവാണല്ലേ? അതെ. അടുത്ത് കിടക്കുന്ന വണ്ടി നമുക്കൊരു ഓഫർ കൊടുക്കാം അല്ലേ? അതെ, നമുക്ക് ഒരു ഓഫർ റേറ്റിന് കൊടുക്കാം. വണ്ടി ഏത് മോഡലായിരുന്നു? ഇത് 2018 ഓൾട്ടോ 800 ആണ്. ഓൾട്ടോ 800 2018 മോഡലാണ്. ഓണർഷിപ്പ് ഏതായിരുന്നു? ഇത് ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡ് ഓണർഷിപ്പ്. വേരിയന്റ് LXi. ഇത് LXi ആണ് വേരിയന്റ് വരുന്നത്. പെട്രോൾ വിത്ത് CNG ആണ്. സോറി കേസ്, ഒരു ആംബുലൻസ് പോയതുകൊണ്ടാണ്. പെട്രോൾ വിത്ത് CNG ആണ്. അപ്പൊ മൈലേജിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുക വേണ്ട അല്ലേ? മൈലേജ് നല്ല മൈലേജാ. CNG ആയതുകൊണ്ട് കൂടെ ഉള്ളതുകൊണ്ട് മൈലേജിന്റെ ഒരു ടെൻഷൻ, നല്ല മൈലേജ് കിട്ടും. അപ്പൊ ആ വണ്ടിയാണ് നിങ്ങൾക്ക് ഓഫർ തരാൻ പോകുന്നത് അല്ലേ? അതെ ഇത് നമുക്കൊരു ഓഫർ റേറ്റിന് കൊടുക്കാം. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? ഇത് കിലോമീറ്റർ വന്നിട്ട് 1 lakh ഓടിയിട്ടുണ്ട്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഓഫർ പ്രൈസ് പറഞ്ഞോളൂ. ഇത് നമുക്കൊരു 2.50 കൊടുക്കാം. 2.50? അതെ 2.50 ചോദിക്കുന്ന വില എന്ന് പറയുന്നത്. 2018 ഫിനാൻസ് വീഴുമല്ലോ? ഫിനാൻസ് വീഴും. പിന്നെ അതിനേക്കാൾ ഉപരി നമുക്കിത് പ്രൈവറ്റ് യൂസുകാർക്ക് തന്നെ വേണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ ടാക്സിക്കാർക്ക് എടുക്കാവുന്നതാണ്. CNG കൂടെ ഉണ്ടായതുകൊണ്ട് അവർക്കും ഇതൊരു ബെനിഫിറ്റ് ആയിരിക്കും. ഇത് ടാക്സി ആക്കാനുള്ള ഫോർമാലിറ്റീസ് എന്തൊക്കെയായിരിക്കും? ടാക്സി ആക്കാനായിട്ട് നമുക്ക് വലിയ ചിലവൊന്നും ഇല്ല. അത് പ്രൈവറ്റ് വണ്ടി ആയതുകൊണ്ട് ഇനി ടാക്സ് കാര്യങ്ങൾ അടയ്ക്കേണ്ട. അതിനൊരു 5,000 രൂപ ചിലവേ വരത്തുള്ളൂ. അത് നമ്മൾ ഓട്ടോ കൺസൾട്ടുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ബാക്കി കാര്യങ്ങൾ ഈ GPS പോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യണം. അതെ അതൊക്കെ അവർ ഓട്ടോ കൺസൾട്ട് വഴി ചെയ്തെടുക്കാവുന്നതാണ്. ടാക്സി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കിടക്കുന്നത്. അടുത്ത വണ്ടി ഹോണ്ടയുടെ സൊനാട്ട ആണല്ലേ? അതെ ഇത് ഹോണ്ടയുടെ സൊനാട്ടയാണ്. സൊനാട്ട ഏതായിരുന്നു മോഡല്? ഇത് 2014 മോഡലാണ്. 14 മോഡല്. 14 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. പെട്രോൾ വണ്ടിയാണ്. വേരിയന്റ് ഏതായിരുന്നു? ഇത് വേരിയന്റ് വന്നിട്ട് പെട്രോൾ വേരിയന്റിൽ തന്നെ GD എന്ന് പറഞ്ഞിട്ടൊരു വേരിയന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇത് എത്ര കിലോമീറ്റർ ഓടിയ വണ്ടി? കിലോമീറ്റർ വന്നിട്ട് 59,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. 59,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ്. അതെ 59 എന്ന് പറയുമ്പോൾ വലിയ കിലോമീറ്റർ ഒന്നും അല്ല. ഇല്ല അധികം കിലോമീറ്റർ ഓടിയിട്ടില്ല. കിലോമീറ്റർ വണ്ടിയാണ്. ആ മോഡൽ വെച്ച് നോക്കുമ്പോൾ ലോ കിലോമീറ്റർ ആണ്. നല്ല ഇന്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ സെഡാനാണ് അല്ലേ? അതെ വലിയൊരു സെഡാൻ വണ്ടിയാണ്. വെർണയ്ക്കും മുകളിൽ വരുന്ന വണ്ടിയാണ്. അതെ വെർണയ്ക്കും മുകളിൽ വരുന്ന നല്ല ലെഗ് സ്പേസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? ഇത് ചോദിക്കുന്ന 6.5 ലക്ഷം രൂപയാണ്. 6.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില. ഇതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ? റേറ്റ് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിനും ഫിനാൻസ് കിട്ടും. കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ ഇതിനിടയിൽ കൂടി നമുക്ക് പോവാം അല്ലേ? അതെ പോവാം. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകുമ്പോൾ അടുത്ത് കിടക്കുന്ന ഒരു ടിയാഗോയാണ്. ടാറ്റയുടെ ടിയാഗോ. ഏതായിരുന്നു മോഡല്? ടിയാഗോ 2017 മോഡല്. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. XTA. അതെ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. ഉള്ളിലേക്ക് വരുമ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഇത് 25,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഏതായിരുന്നു ഇയർ? ഏതായിരുന്നു? ഇത് 2017 മോഡൽ. 17 മോഡൽ. വെറും 25,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഒരു ആംബിയൻ ലൈറ്റ്, നീല വെളിച്ചം കാണുന്നുണ്ട്. അങ്ങനെ സീറ്റിന്റെ അപ്പോൾസ്റ്ററി മാറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അധികം ഓടിയിട്ടില്ലാത്ത വണ്ടി ആയതുകൊണ്ട് നല്ല ക്വാളിറ്റി തന്നെ കിടക്കുന്നുണ്ട്. അത്യാവശ്യം ടയർ കണ്ടീഷനും വണ്ടിക്കുണ്ട്. അപ്പോൾ ഓണർഷിപ്പ് ഏതായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ് കേട്ടോ. ഒരു 25,000 കിലോമീറ്റർ ഓടിയ നല്ല കിടിലം വണ്ടി. അപ്പോൾ ആസ്കിംഗ് പ്രൈസ്? ഇത് ആസ്കിംഗ് പ്രൈസ് നമ്മൾ 4.5 ചോദിക്കുന്നത്. 4.5 ചോദിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും.
ഫിനാൻസ് കയറുമല്ലോ? ഫിനാൻസ് കയറും. എത്ര രൂപയ്ക്ക് ഫിനാൻസ് നമുക്ക് ഒരു 4 lakhs വരെ ഫിനാൻസ് കയറും. 4 lakh വരെ. ഒരു 50 രൂപ അടച്ചു കഴിഞ്ഞാൽ 50 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇറക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത വണ്ടി ജീപ്പിന്റെ കോമ്പസ്. അതെ, ഇത് ജീപ്പ് കോമ്പസ് ആണത്. ഏതായിരുന്നു മോഡൽ? ഇത് ലിമിറ്റഡ് എഡിഷൻ. ലിമിറ്റഡ് എഡിഷൻ. ഏതായിരുന്നു ഇയർ? ഇത് 2017 മോഡൽ. 17 മോഡലാണ്. കിലോമീറ്റർ എത്ര ഓടി ഉണ്ടാവും? കിലോമീറ്റർ ഓടിയേക്കുന്നത് 68,000 കിലോമീറ്റർ. 68,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. ഇത് പെട്രോൾ വണ്ടിയല്ലേ? ഇല്ല, ഇതൊരു ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ് കേട്ടോ. ഡീസൽ വണ്ടിയാണ് കോമ്പസ്. അപ്പോൾ എത്രയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്? ഇത് പ്രൈസ് വന്നിട്ട് ചോദിക്കുന്നത് 11.5 ലക്ഷം രൂപയാണ്. 11.5. അതെ 11.5 ചോദിക്കുന്നത്. ഇതിന് ഫിനാൻസ് കയറുന്നതായിരിക്കും. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. പക്ക കമ്പനി സർവീസ് ആണ്. സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ ഇനി ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് വേഗം അർജൻസിയിൽ എടുക്കുന്നതാണ്, ലെങ്ത് ഒരുപാട് കൂടാണ്ടിരിക്കാൻ വേണ്ടി. എന്നാലും ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറയുന്നതായിരിക്കും. അടുത്ത വണ്ടി ഒരു ബലേനോ. ഇതൊരു ബലേനോ ആണ്. ബലേനോ ഡീസൽ വണ്ടിയാണ്. ഡീസൽ വെഹിക്കിൾ ആണ്. ഡീസൽ വെഹിക്കിൾ ആണ്. വേരിയന്റ് ഏതായിരുന്നു? ഇത് വേരിയന്റ് വന്നിട്ട് ഡെൽറ്റ. അതെ. ഓക്കെ. ഡെൽറ്റ. ഏതായിരുന്നു ഇയർ? ഇത് 2016 മോഡലായിരുന്നു. 16 മോഡലാണ്. ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പുതിയ ടയറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. 4 പുത്തൻ ടയറുണ്ട്. അടിപൊളിയായിട്ട് ഇന്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം കിടക്കുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല അല്ലേ? ഒന്നുമില്ല. അപ്പോൾ ആസ്കിംഗ് പ്രൈസ്? ഇത് പ്രൈസ് വന്നിട്ട് 6 lakhs, 6 ലക്ഷം. 6 ലക്ഷമാണ് ചോദിക്കുന്നത്. ഫിനാൻസ് കയറൂട്ടെ ഈ വണ്ടിക്കും. നേരെ നമ്മൾ വാഗണർ. ഇത് വാഗണർ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇത് 2018 മോഡൽ. 2018 മോഡൽ. വണ്ടി ലോക്കാണ്. അൺലോക്ക് ചെയ്ത് നിങ്ങൾ ഇന്റീരിയർ കാണിക്കാം. നീ ഫ്രണ്ടിൽ നിന്ന് ഷൂട്ട് ചെയ്തു. അപ്പോൾ 2018 മോഡൽ അല്ലേ? അതെ. 2018 മോഡൽ. ഏതായിരുന്നു വേരിയന്റ്? ഇത് വേരിയന്റ് വന്നിട്ട് VXI പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ വന്നിട്ട് 50,000 കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണത്. 50,000 കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം ലോ കിലോമീറ്റർ തന്നെ പറയാം. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. അപ്പോൾ വില എത്രയാണ്? ഇത് പ്രൈസ് വന്നിട്ട് 485, 485 ആണ് ചോദിക്കുന്നത്. ഇതിനും ഫിനാൻസ് കയറുന്നതായിരിക്കും കേട്ടോ. അടുത്ത വണ്ടി നിസാന്റെ മാഗ്നറ്റ്. ഏതായിരുന്നു മോഡൽ? ഇത് 2022 മോഡലാണ്. 2022 മോഡൽ. 22 മോഡൽ മാഗ്നറ്റ് ആണ്. മാഗ്നറ്റ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ വന്നിട്ട് 60,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഓണർഷിപ്പ് വന്നിട്ട് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. നല്ല അത്യാവശ്യം ടയർ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. റീസെൻ്റ്ലി ഉള്ള വണ്ടിയാണല്ലോ. അപ്പോൾ എത്ര ആസ്കിംഗ് പ്രൈസ് വരുന്നത്? ഇത് വന്നിട്ട് ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 8.5 ആസ്കിംഗ് പ്രൈസ്. 8.5 ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത്. പ്രൈസൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. 8.5 നമുക്ക് ഫിനാൻസ് വരും. എത്ര വരെ ഫിനാൻസ് കിട്ടും ഇതിന്? ഫിനാൻസ് നമുക്കൊരു 7 lakhs വരെ ഫിനാൻസ് കിട്ടും. 7 lakhs വരെ ഫിനാൻസ് കിട്ടും കേട്ടോ. അതെ. അടുത്ത വണ്ടി ഒരു 7 സീറ്റർ വണ്ടിയല്ലേ ഇത്? മഹീന്ദ്രയുടെ TUV ആണ്. ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണല്ലേ? ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വണ്ടി. 2016 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2016 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് TUV ആണ് കിടക്കുന്നത്. TUV 300. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ വന്നിട്ട് ഓടിയിരിക്കുന്ന 68,000 കിലോമീറ്റർ. 68,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണോ? അതെ. അപ്പോൾ നമ്മൾ എത്രയാണ് ചോദിക്കുന്ന വില? ഇത് 6,50,000. 6.50 ആണ് ചോദിക്കുന്നത്. ഇത് ഫിനാൻസ് കിട്ടുമല്ലോ? ഇത് T8 എന്ന് പറഞ്ഞൊരു വേരിയന്റ് ആണ്. T8 എന്ന് പറയുന്ന വേരിയന്റ് ആണ്. നമുക്ക് എത്ര വരെ ഫിനാൻസ് കയറുന്നതിന്? ഫിനാൻസ് നമുക്ക് ഏകദേശം ഇതിനൊരു 5 lakhs നമുക്ക് ഫിനാൻസ് ചെയ്യാം. 5 lakhs വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും. അതെ. നേരെ നമ്മൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് എത്തിയോസ് ലീവ. ഏതായിരുന്നു മോഡൽ? അത് 2018 മോഡൽ എത്തിയോസ് ലീവ പെട്രോൾ ആണത്. പെട്രോൾ വണ്ടിയാണ്. 2018 മോഡലാണ് കേട്ടോ. കിലോമീറ്റർ എത്ര ഓടി ഉണ്ടാവും? കിലോമീറ്റർ 30,000 കിലോമീറ്റർ. 30,000 കിലോമീറ്റർ ഓടിയുള്ളൂ. 30,000 കിലോമീറ്റർ. അടുത്ത ലോ കിലോമീറ്റർ വണ്ടിയാണ് കിടക്കുന്നത്. അപ്പോൾ ഓണർഷിപ്പ് ഏതാ? ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. ഇന്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം നല്ല നീറ്റ് ആയിട്ട് കിടക്കുന്നു. സ്റ്റോക്ക് കണ്ടീഷനിലാണ് വണ്ടി. അതെ. അലോയ് എല്ലാം കമ്പനി വരുന്ന അലോയ് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ആസ്കിംഗ് പ്രൈസ്? വി വേരിയന്റ് ആണ്. എത്രയാ പ്രൈസ്? ഇത് 6.5 ലക്ഷം ചോദിക്കുന്നു. 6.4 ചോദിക്കുന്ന വില എന്ന് പറയുന്നത്. ഈ വണ്ടിക്ക് ഫിനാൻസ് കയറുന്നതായിരിക്കും. അടുത്ത സുസുക്കിയുടെ അത്യാവശ്യം ഡിമാൻഡുള്ളൊരു വണ്ടി ആണ്. റിറ്റ്സ് ആണ്.
റിഡ്സിന്റെ പെട്രോൾ വണ്ടിയാണ് 2012 2012 മോഡൽ 12 മോഡൽ പെട്രോൾ വണ്ടിയാണ്. ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? ഇത് കിലോമീറ്റർ വന്നിട്ട് 80,000 ഓടിയിട്ടുണ്ട്. 80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അത്യാവശ്യം ടയർ കണ്ടീഷൻ കിടപ്പുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 12 വണ്ടിയാകുമ്പോൾ ഫിനാൻസ് കയറുമല്ലോ നമുക്ക്? ഫിനാൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. മാരുതി വെഹിക്കിൾ ആയതുകൊണ്ട് കിട്ടും. മാരുതി വെഹിക്കിൾ ആയതുകൊണ്ട് ഫിനാൻസ് കയറും. അപ്പോൾ എത്രയാണ് ചോദിക്കുന്ന വില? ഇത് പ്രൈസ് വന്നിട്ട് 285 ആണ് ചോദിക്കുന്നത്. 285 ആണ് കേട്ടോ ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത്. ഇനി അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത വണ്ടി കുറച്ചുകൂടി ലേറ്റസ്റ്റ് ബലാനോ അല്ലേ? ഇത് ഏതായിരുന്നു മോഡൽ? ഇത് വന്നിട്ട് 2023 മോഡലാണ്. 23 മോഡൽ വണ്ടിയാണ്. ഒരു പെട്രോൾ വണ്ടിയാണ്. ഇത് ഡെൽറ്റ എന്ന് പറഞ്ഞിട്ടൊരു വേരിയന്റ് ആണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 28,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നു. 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ട് കിടക്കുന്നു. റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. ഫ്ലഡ് മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എത്രയാണ് പ്രൈസ്? ഇത് ആസ്കിംഗ് പ്രൈസ് 7.5 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 7.5 ലക്ഷമാണ് ചോദിക്കുന്നത്. പ്രൈസ് ഈസ് നെഗോഷ്യബിൾ. പ്രൈസ് എല്ലാത്തിനും നെഗോഷ്യബിൾ ആണ്. എല്ലാ വണ്ടികളുടെയും പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇതിനും ഫിനാൻസ് കയറുമല്ലോ? ഫിനാൻസ് കയറും. ഇതിനും ഫിനാൻസ് കയറുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ട്രാക്കും കാര്യങ്ങളും അനുസരിച്ചായിരിക്കും ഫിനാൻസ് കയറുന്നത്. അപ്പോൾ താങ്ക് യു ചേട്ടാ, ബിജു ചേട്ടാ. അപ്പോൾ നമുക്ക് കുറച്ച് തിരക്കുണ്ട് കേട്ടോ പുള്ളി തിരക്കിൻ്റെ ഇടയിലാണ് നമുക്ക് ഇത്രയും സമയം തന്നത്. അപ്പോൾ ഇന്ന് കാണിക്കാത്ത ഏതെങ്കിലും വണ്ടി വേണമെങ്കിലും ആൾക്കാർ വിളിച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കുമല്ലോ? തീർച്ചയായിട്ടും. ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാണിച്ച വണ്ടികളിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിലും ഡയറക്റ്റ് വിളിക്കാം. നമുക്ക് കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാമല്ലോ? ഓക്കെ, എല്ലാം കൊടുത്തു. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ഓക്കെ, കാറ്റലോഗ് അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ? അപ്പോൾ വാട്സപ്പിൽ ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ കാറ്റലോഗ് കൊടുക്കാം. അപ്പോൾ എല്ലാ വണ്ടികളുടെ ഡീറ്റെയിൽസ് അവിടെ കിട്ടുന്നതായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. പോയിക്കോളൂ. കസ്റ്റമർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഡീലിങ്ങിൻ്റെ തിരക്കിലാണ്, അതുകൊണ്ടാണ് ഞാൻ വിട്ടോ. ഓക്കെ, അപ്പോൾ മൈക്ക് വന്നേക്കും. അപ്പോൾ ഗൈസ്, പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.